നേരം നല്ല പരപരാന്ന് വെളുത്തപ്പോഴാണ് ഇന്നും എഴുന്നേറ്റത്. ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോവാം. സാറ്റർഡേയോ സൺഡേയോ വെക്കേഷനോ ആവട്ടെ, നേരം വൈകി എഴുന്നേറ്റ അന്നത്തെ ദിവസം പോയി കിട്ടി. ഇക്കാര്യത്തിൽ ഇത്രയും നല്ല അറിവുണ്ടെങ്കിൽ എന്നാ പിന്നെ നേരത്തെ അങ്ങ് എഴുന്നേറ്റൂടെ? എഴുന്നേക്കൂല. ഇതിനൊരു മാറ്റം വരുത്തേണ്ട സമയമായി. നോക്കാം. എൻ്റെ ഷോർട്സ് കുറച്ച് ദിവസമായിട്ട് കാണുന്നവരാണെങ്കിൽ ചിന്തിക്കും, ഈ അടുക്കള എന്താ ഓരോ ദിവസം ഓരോ പോലെ ഇരിക്കുന്നതെന്ന്. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. ഇതാണ് സിദ്ധാർത്ഥ്, എൻ്റെ അസിസ്റ്റൻറ്റ്. തലേ ദിവസം കഴുകി വെക്കുന്ന പാത്രങ്ങൾ കറക്റ്റായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും മാറ്റി വെക്കും. ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് മിക്സി അവിടെ ഇരിക്കുന്നത്. ഈ അടുക്കള ഞാൻ ഇടയ്ക്കൊന്ന് മേക്ക് ഓവർ ചെയ്ത് കേട്ടോ. സ്ലാബിൻ്റെ പുറത്തിരിക്കുന്ന മുട്ടക്കാട്ട് സാധനങ്ങളൊക്കെ മാറ്റി ഒന്ന് മിനിമലാക്കി. ഈ മിനിമലാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോകളാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നു, സ്റ്റോക്ക് അത്രയേ ഉള്ളായിരുന്നു. എവിടെ വെക്കണമെന്ന് കൃത്യമായിട്ട് സിദ്ധുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ അടുക്കള ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്നത് ഇവൻ്റെ കയ്യിൽ നിന്നായിരിക്കും. കാരണം ഇന്ന് വെക്കുന്നിടത്തായിരിക്കില്ല ഞാൻ നാളെ വെക്കുന്നത്. അപ്പം അവന് കൺഫ്യൂഷനാവും. ഭയങ്കര സന്തോഷത്തോടാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ. നിങ്ങൾ ഈ അഗ്നിപർവ്വത സ്ഫോടനം കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ? അതിൻ്റെ ചെറിയൊരു വേഷനം. ഇത് കണ്ടിട്ട് കരയണോ ചിരിക്കണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടിയിലൊരു പാത്രം ഉള്ളത് നന്നായി. തലേന്ന് ഇത് അരച്ചു വെക്കുമ്പോൾ രാവിലെ പുളിച്ച് കിട്ടുമെന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കൂടെ കുറച്ച് പാട്ടും കേൾക്കാം. ഇന്ന് എന്തായാലും രാവിലെ തന്നെ നല്ല മുട്ടൻ പണികളായിരുന്നു. 2 ദോശയും ഇച്ചിരി ചമ്മന്തിയൊക്കെ തിന്ന് ആ ക്ഷീണം അങ്ങോട്ട് തീർക്കട്ടെ. അപ്പോൾ കടുപ്പത്തിലൊരു ഗുഡ് മോർണിംഗ്.